ബനാന സേമിയ ഡിലൈറ്റ്. ഞാനിട്ട പേരായോണ്ട് പറയല്ല, കേൾക്കാൻ നല്ല റോയൽ ലുക്കുള്ള പേരിൻ്റെ പോലെ ഒന്നല്ല കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. സേമിയും പിന്നെ അതുപോലെ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്, നല്ല കിടുക്കാച്ചി ആയിട്ടാണ്, വേഗം ഉണ്ടാക്കിക്കോ. അപ്പോൾ ആദ്യം പാൻ ചൂടായതിന് ശേഷം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പാനിലോട്ട് തന്നെ ഞാനിതേ പഴം ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത സേമിയാണ്. വറുത്തതായാലും വറുക്കാത്തായാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ട് ഞാൻ ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഓക്കെ, എല്ലാ ഭാഗത്തും ഈ പഴത്തിൻ്റെ മിക്സ് എത്തണം കേട്ടോ. ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സേമിയ ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ പഴവും സേമിയും രണ്ടും കൂടെ കൂടിയിട്ട് ഈ ഒരു ശർക്കരപ്പാനിയിൽ നന്നായിട്ടൊന്ന് വെന്ത് ഇതുപോലെ ഇങ്ങോട്ട് വെള്ളമൊക്കെ വറ്റി കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിക്കോ. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം റെഡിയാക്കാം. പുഡിംഗ് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തോ കേട്ടോ. ജസ്റ്റ് നെയ്യൊന്ന് ആ പാത്രത്തിലൊന്ന് തടവി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് സേമിയ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. സംഭവം റെഡി. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും തവിയൊക്കെ വെച്ചിട്ടോ ഒന്ന് പരത്തി ഷേപ്പാക്കി എടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചൂടുള്ള ഐറ്റാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് ജസ്റ്റ് അതൊന്ന് കമഴ്ത്തി കൊടുക്കുക. സംഭവം റെഡി. സ്കൂളൊക്കെ തുറക്കാനായില്ലേ? മക്കളൊക്കെ വൈകുന്നേരം എന്താ ഉമ്മച്ചിയെ കടിയെന്ന് ചോദിക്കണം. ആ ഒരു ടൈം ആകാനായി. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്, കഴിക്കാൻ നല്ല അപാര രുചിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി, എന്നാൽ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.